ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ബാബിലോണിലേക്ക് പോയത് ഒരു പ്രവാസിയായിട്ടാണ്. ദാനിയേൽ പുസ്തകത്തിനകത്ത് നിങ്ങൾ വായിക്കുമ്പോൾ 1-ാമത്തെ അധ്യായം ദാനിയേൽ ഒരു പ്രവാസിയായിട്ടാണ് പോകുന്നത്. പ്രവാസിയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവാസി എന്ന് പറയുന്നത് അടിമകളാണ്. അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാനോ സ്വന്തമായി രാജ്യത്തിൽ ഭരിക്കുവാനോ ഉള്ള അവകാശമില്ല. പക്ഷേ 1-ാമത്തെ അധ്യായത്തിൽ ദാനിയേൽ ഒരു പ്രവാസിയായിട്ടാണ് ബാബിലോണിലേക്ക് ചെല്ലുന്നതെങ്കിൽ 6-ാമത്തെ അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ദേശത്തിലെ പ്രധാന അധ്യക്ഷന്മാരിൽ ഒരാൾ ദാനിയേലായി മാറി. ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം അല്ലെങ്കിൽ ദാനിയേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പ്രവാസം കഴിഞ്ഞ് യഹൂദന്മാർ, ഇസ്രായേൽ ജനം സ്വന്തം യഹൂദ പാലസ്തീനിലേക്ക് ഇസ്രായേലിലേക്ക് തിരികെ വന്നിട്ടും ഏകദേശം വർഷങ്ങളോളം ബാബിലോണിലെ ഒരു